ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഏപ്രിലിൽ നടത്തിയ കോവിഡ് പരിശോധനാ ഫലം ലഭിച്ചത് 64 ദിവസങ്ങൾക്ക് ശേഷം. 2 മാസത്തിന് ശേഷം ഫലം വന്നപ്പോൾ വീട്ടമ്മ പോസിറ്റീവായി. പൊന്മണ്ടം പഞ്ചായത്തിലെ ചിലവിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്കാണ് 2 മാസങ്ങൾക്ക് ശേഷം പോസിറ്റീവാണെന്ന വിവരം കിട്ടിയത്. പശുവും ചത്തു മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ നമുക്കുണ്ടാകൂ. പഴഞ്ചൊല്ല്. എന്നാൽ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. കോവിഡ് ബാധിതയാണോ എന്നറിയാൻ പരിശോധനയ്ക്കായി സ്രവം നൽകിയ വീട്ടമ്മയ്ക്ക് ഫലം അറിയിച്ചുകൊണ്ടുള്ള വിളിയെത്തിയത് 2 മാസവും 4 ദിവസവും കഴിഞ്ഞാണ്. അതായത് 64 ദിവസങ്ങൾക്ക് ശേഷം. പോസിറ്റീവാണെന്ന് അറിയിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നും ഫോൺ എത്തിയതോടെ വീട്ടമ്മയ്ക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ലാതായി. പിന്നെ പോലീസും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഫോൺ വിളിയുടെ ബഹളം. ക്വാറന്റൈനിൽ ഇരിക്കാനും മാനസികാരോഗ്യം സൂക്ഷിക്കാനുമുള്ള ഉപദേശങ്ങളും ഒപ്പം. എന്തായാലും നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതിനാൽ വീട്ടമ്മയും കുടുംബവും ആശ്വാസത്തിലാണ്. നേരിയ പനിയെ തുടർന്നാണ് ഏപ്രിൽ 12-ന് വീട്ടമ്മ ഉഴൂർ PHSയിൽ പരിശോധനയ്ക്കായി എത്തിയത്. തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് അതേ ദിവസം തന്നെ ജപ്പാൻ പടി LP സ്കൂളിൽ വീട്ടമ്മ ആന്റിജൻ പരിശോധന നടത്തി. എന്നാൽ നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും ഫലം വരാതിരുന്നപ്പോൾ നെഗറ്റീവായിരിക്കുമെന്ന് കരുതി വീട്ടമ്മയും കുടുംബവും സമാധാനിച്ചു. എന്നാൽ 64 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 4-നാണ് പോസിറ്റീവാണെന്ന് അറിയിച്ച് വിളിയെത്തിയത്. ആ ഒരു റിസൾട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വീട്ടമ്മ ആയതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഇരുന്നു. അതല്ല നേരെ മറിച്ച് ജോലിക്കോ മറ്റോ പോകുന്ന ഒരാൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുടെ റിസൾട്ടാണ് ഇത്തരത്തിൽ വൈകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പേര് പൊന്മണ്ടം പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പും അതേപോലെ പഞ്ചായത്ത് തലത്തിലൊക്കെ നല്ല രീതിയിലാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പോലും വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം സ്വാബ് എടുക്കുന്ന കേന്ദ്രങ്ങളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ വിവരം നൽകുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുമൂലം ദുരിതത്തിൽ ആയി പോകുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്.